നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ. ഒരു രാഘവൻ നായർ ഒരു സത്യാമ്മയും കള്ള കൂട്ടങ്ങളാ. എല്ലാരും ഉണ്ടല്ലോ. ആ നന്നായി. എന്താടേ നിനക്ക് വിളിച്ചെടുത്ത് വരാൻ പാടില്ലേ? രോഹിത്, നീ ഈ വീട്ടിലേക്കല്ലേ വന്നേ? പിന്നെന്തിനാ ഇവിടെ പുറത്തേക്ക് വിളിക്കുന്നത്? ആ ഞാൻ വിളിച്ചത് എന്റെ ഭാര്യയാ. എന്താടി നിനക്ക് പുറത്തേക്ക് വന്ന? രോഹിത്, നിനക്ക് ഈ ഭാര്യ കിട്ടാൻ കാരണേ ഞങ്ങളാ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഓ ആ അപ്പൊ എല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുന്നതാണല്ലേ? നിന്നെ ഞങ്ങളായിട്ട് ഒറ്റപ്പെടുത്തിയതല്ലോ. നിനക്കിപ്പോ കൂട്ട് വേറെയല്ലേ? കുറെ ചതിയന്മാരുടെ കൂടെയല്ലേ നിന്റെ സഹവാസം? ഓ അപ്പൊ ഒട്ടും ചതിക്കാത്ത ഒരു ഫാമിലി. ഈ കുടുംബം തന്നെ കള്ള കൂട്ടങ്ങളാ. നീ കുടിച്ചിട്ടുണ്ടോ? എടാ നിന്നോട് ചോദിച്ചു നീ കുടിച്ചിട്ടുണ്ടോന്ന്. ആ ഉണ്ട്, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു ചതിയിൽ ഞങ്ങളെ പെടുത്തിയിട്ട് നീ കള്ളും കുടിച്ച് സൂചി നടക്കുന്നോടാ. ചതിച്ചതേ ഉപേന്ദ്രനാ. ഉപേന്ദ്രൻ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾക്കല്ലേ? അയാൾ എന്തിനാ ഈ ചതി മുഴുവൻ കാണിക്കുന്നതെന്ന് എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. അതൊക്കെ പച്ചക്ക് എന്റെ നാവിൽ ഉച്ചത്തിൽ കേൾക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അതും പറയാം. നായേ, എന്റെ വീട്ടിലെ ചോറ് നിന്നിട്ട് എന്റെ ഭാര്യയുടെ അടുത്ത് കൈ ചൂണ്ടുതോടാ. എടാ നിന്റെ മകനെ പോലെ സ്നേഹിച്ചല്ലോ ഇവള്. വിഷ്ണുവിനേക്കാൾ പരിഗണന വന്ന് അവൻ കൊടുക്കുന്നതിനേക്കാൾ ഒരല്പം കൂടുതൽ വാത്സല്യവും തന്നു. എന്തിനാടാ നീ ഒരു അനാഥനാണെന്നുള്ള ബോധമേ ഈ ചുവരുകൾക്കുള്ളിൽ നിനക്കുണ്ടാവാതിരിക്കാനാ. എന്നിട്ടും നിന്റെ ദുഷിച്ച കൂട്ടുകാരുടെ പിൻബലത്തിലെ ഇവളുടെ മുഖത്ത് നോക്കിയേ ദുഷ്ടരാക്ക് പറഞ്ഞില്ലടാ. നീന് ജീവനോട് പോണ്ട. കൊല്ലണവനെ പറഞ്ഞില്ലേ? ഇനി അടിക്കല്ലേ? ഇവനെ കൊല്ലണവനെ. എടി എന്തിനാണ് നിനക്ക് ഇങ്ങനെ ഒരുത്തൻ? ഞങ്ങളിപ്പോ തന്തയോടും തള്ളയോടും പോലെ ആത്മാർത്ഥരത്തെ ഇവനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവനിങ്ങനെ ചെയ്യാറുന്നോ? ഇവനെ അപത്മാതി ഏൽപ്പിച്ചല്ലേ ഇവളെ? ആ ഒരു ചിന്ത പോലും നിനക്കില്ലാതെ പോയല്ലോടാ. ചതിക്കും വഞ്ചനയ്ക്കും മുൻപേ പറക്കാൻ ശ്രമിക്കാവൻ. സ്നേഹം കൊടുത്തവർക്ക് നേരെ വാളൊങ്ങി. അങ്ങനെയുള്ള ഇവന് ഈശ്വരനെ ശിക്ഷ കൊടുക്കേണ്ടത്. രാഘവേട്ട വേണ്ട. ഈ പാവം പിടിച്ച നമ്മളെ ചതിയപ്പെടുത്തി വഴിയതാരാക്കി ഇവന് ഈ ലോകത്തുനിന്നല്ല ഒരു ലോകത്തും മനഃശാന്തി കിട്ടില്ല. രാഘവേട്ട ഞാനിവനെ അമ്മയെ പോലല്ല സ്നേഹിച്ചത്, അമ്മയായിട്ട് തന്നെ സ്നേഹിച്ചത്. എന്നെ ഇവൻ ചതിച്ചത്. ഞാനാണോ അതോ നിങ്ങളോ?
ഞാനാരാ? ഒരു പമ്പര വിഡ്ഢി പൊട്ടൻ. ഒന്നും അറിയാതെ വെറുതെ ഉണ്ടുറങ്ങി ജീവിച്ചു പോയ ഒരു പരിഹാസപാത്രം. അങ്ങനെ ആക്കി. ആര്? ദേ ഇവള്, നിങ്ങളുടെ ഈ മരുമകള്, നുണകളുടെ രാജ്ഞി. ഇവളാ ചോദിച്ചത്, ഇവള്. എന്നെ മാത്രം. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ചതി, ഒരച്ഛന് പറ്റിയ ചതി. ഒരച്ഛനെന്ന നിലയിൽ ഞാൻ തോറ്റുപോയ നിമിഷം അതാണ്. നിങ്ങൾക്കത് കേൾക്കണ്ടേ? എന്നെ താർത്ത ചതിയുടെ കഥ നിങ്ങളത് കേൾക്കണം. രോഹിത്തെ, രോഹിത്തെ, രാഘവേട്ട, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് നാവാടരുത്. ഇതെന്റെ അച്ഛനും അമ്മയാ. ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന 2 പേര്. ഇവർക്ക് മുമ്പിൽ നിന്ന് ഇനി ഒച്ച വച്ച അറിയണേ, എല്ലാവരും അറിയട്ടെ. സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ. ഒരു രാഘവൻ നായർ, ഒരു സത്യാമ്മയും കള്ള കൂട്ടങ്ങളാ. നീ എന്നെ അടിച്ചല്ലേ? നിന്നെ ഞാനിന്ന് കൊല്ലുപടി. നീ ഭൂമിക്ക് മുകളിൽ വേണ്ടടി. ഇന്ന് നിന്റെ അവസാനമാ. അടിച്ചു കൊല്ലുപടി. എന്റെ അച്ഛനെ വിഷ്ണു ഏട്ടാ. വീട്ടിൽ കയറി വന്ന അച്ഛനെ തുറത്താൻ നായ. വേണ്ട, അച്ഛനെ തല്ലല്ലേ വിഷ്ണു അച്ഛ. വിഷ്ണു അച്ഛ വേണ്ട, തല്ലല്ലേ വിഷ്ണു അച്ഛ. പ്ലീസ് വിഷ്ണു അച്ഛ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.